ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ പ്രഭാതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സംഖ്യാപുസ്തകം 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 13 അധ്യായം 6 വാക്യം. യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്. യഹൂദ ഗോത്രത്തിലെ യെഫുന്നയുടെ മകനായിരുന്നു കാലേബ്. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ച 12 പേരിൽ ഒരാളായിരുന്നു കാലേബ് എന്ന ഈ വ്യക്തി. വേദപുസ്തകത്തിൽ മറ്റൊരു വ്യക്തിക്കും കാലേബ് എന്ന പേരുണ്ട്. എന്നാൽ കാലേബ് 85 വർഷങ്ങൾ ജീവിച്ചിരുന്നു. കാലേബ് കെനിസ്യ കുലത്തിൽപ്പെട്ടവനാണെന്ന് സംഖ്യാപുസ്തകം 32 അധ്യായം 11 വാക്യത്തിൽ കാണുന്നുണ്ട്. കാലേബിന് ഹെബ്രോൻ അവകാശമായി ലഭിച്ചു. കാലേബ് എന്ന പേരിൻ്റെ അർത്ഥം ധീരൻ എന്നാണ്. യോശുവയുടെ കൂടെ പ്രവർത്തിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നത്. 45 സംവത്സരം ഇസ്രായേലിൻ്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുവാൻ കാലേബിന് സാധിച്ചു. മാത്രമല്ല, തൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിൽക്കുവാനും കാലേബിന് കഴിഞ്ഞു. അതിനാൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. എന്നാൽ കാലേബിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ജനത്തിന് ധൈര്യം പകരുന്ന വ്യക്തിയായിരുന്നു കാലേബ്. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ കനാൻ ദേശം ഒറ്റുനോക്കുവാനായി മോശ പാരാൻ മരുഭൂമിയിൽ നിന്നും അയക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ കാലേബും യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ 40 ദിവസമെടുത്താണ് അവരുടെ ദൗത്യം പൂർത്തീകരിച്ചത്. സംഖ്യാപുസ്തകം 13 അധ്യായത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദേശം ഒറ്റുനോക്കിയതോടൊപ്പം അവിടുത്തെ പഴവർഗ്ഗങ്ങളും കൂടെ കൊണ്ടുവരുവാൻ പോയവർ ആരും മറന്നില്ല. മടങ്ങി വന്ന് അവർ മോശയോട് കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ നിരുത്സാഹപ്പെടുത്തുവാൻ നോക്കിയിട്ടും അവരെ കാലേബ് ധൈര്യപ്പെടുത്തുന്നുണ്ട്. ആ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. യോശുവയുടെ കാലശേഷവും ഇസ്രായേലിൻ്റെ നായകനായി കാലേബ് കുറെ കാലം കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ പ്രതിസന്ധിയിൽ ആകുന്ന അവസരങ്ങളിലെല്ലാം അവർക്ക് ധൈര്യം പകർന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കുവാൻ കാലേബിന് സാധിച്ചു. രണ്ടാമതായിട്ട്, തൻ്റെ ആരോഗ്യം ദൈവത്തിനായി സമർപ്പിക്കുന്നു. ആരോഗ്യം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. യോശുവയുടെ പുസ്തകം 14 അധ്യായം 11 വാക്യത്തിലും ആവർത്തന പുസ്തകം 34 അധ്യായം 7 വാക്യത്തിലും കാലേബിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാദേശ് ബർനേയയിൽ നിന്ന് ദേശം ഒറ്റുനോക്കുവാൻ അയക്കുമ്പോൾ 40 വയസ്സായിരുന്നു കാലേബിൻ്റെ പ്രായം. എന്നാൽ അന്നത്തെ ആരോഗ്യം ഈ 80 വയസ്സിലും ഉണ്ടെന്നാണ് കാലേബ് ജനത്തോട് പറയുന്നത്. 120 വയസ്സുള്ളപ്പോഴും കാലേബിൻ്റെ കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു എന്ന് ആവർത്തന പുസ്തകം 34 അധ്യായം 7 വാക്യത്തിൽ പറയുന്നു. ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുന്നത് ഒരു ദൈവകൃപ തന്നെയാണ്. എൻ്റെ ആരോഗ്യവും എനിക്ക് ദൈവത്തിനു വേണ്ടി ചെലവിടുവാൻ സാധിക്കണം. വസ്തുവകകളും സമ്പത്തും പോലെ തന്നെയുള്ള ഒരു അനുഗ്രഹമാണ് ആരോഗ്യവും. സ്വന്തം ആരോഗ്യം ഹനിക്കുന്ന ഒരു സമൂഹത്തെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പകരമായവ കൊണ്ട് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അനേകർ ഇന്ന് അനാരോഗ്യരായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ലഭിച്ച ആരോഗ്യത്തിന് നന്ദി പറയുകയും എൻ്റെ ആരോഗ്യം ദൈവത്തിനായി സമർപ്പിക്കുകയും വേണം. പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകുന്ന എല്ലാ അനുഭവങ്ങളും ധൈര്യത്തോടെ സ്വീകരിക്കുവാനും ദൈവത്തോട് പറ്റി നിൽക്കുവാനും ഞങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി പറയുവാനും എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.